സമയത്ത് ജാഗ്രത കുറവുണ്ടായിരുന്നു. ഒരൊറ്റ നിമിഷം CPC വിശ്വാസിനോട് ക്ഷമിക്കണം. അവിടെ സരിത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി എത്തിക്കുകയാണ്, അതുകൊണ്ടാണ് ഇടപെട്ടതിനോട് ക്ഷമിക്കണം. ആ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട പ്രതി, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി സരിത്തിനെ തിരുവനന്തപുരത്ത് തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്തേക്കാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം ഇവരിരുവരെയും, അതായത് സന്ദീപ് നായരെയും സ്വപ്ന സുരേഷിനെയും തിരുവനന്തപുരത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇപ്പോൾ സരിത്താണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതി. അയാളെ കൊണ്ടുവരികയാണ് തിരുവനന്തപുരത്തേക്ക്. ഈ പറയുന്ന ഇവരിരുവരുമായിട്ടും അല്ലെങ്കിൽ മൂവരും ചേർന്ന് ഈ ഗൂഢാലോചന നടത്തുകയും ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്ത ഫ്ലാറ്റുകളും വീടുകളും ഒക്കെ കേന്ദ്രീകരിച്ചായിരിക്കും തെളിവെടുപ്പ് നടത്തുക. സരിത്തിനെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിരുന്നില്ല. സന്ദീപ് നായരെയും സ്വപ്ന സുരേഷിനെയും മാത്രമാണ്. അതും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളിലായിട്ട് അവരെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി പോവുകയായിരുന്നു. ഇപ്പോൾ സരിത്തിനെ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയായിരിക്കും ചെയ്യുക. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. ഉമേഷ്, എവിടെയാണുള്ളത് ഇപ്പോൾ? എപ്പോഴാണ് എത്തിച്ചേർന്നത്? എങ്ങോട്ടൊക്കെ ആയിരിക്കും പോവുക? ഉമേഷ്, കേൾക്കാമോ? സനീഷ്, അല്പം മുൻപാണ് സരിത്തിനെ ഇവിടെ ഇപ്പോൾ എത്തിച്ചത്. നേരത്തെ നമ്മൾ കണ്ട പോലീസ് ക്ലബിന്റെ പിറകിലെ ഗേറ്റിലൂടെയാണ് ഇവർ കയറ്റിയത്. ഇതുവഴി വളരെ പെട്ടെന്ന്, അതായത് നേരത്തെ തന്നെ എസ്കോർട്ടിനോട് ഇവിടെ എത്തി നിൽക്കാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എസ്കോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വഴി നേരെ സരിത്തുമായി വന്ന പോലീസ് സംഘം പിറകിലെ ഗേറ്റിൽ കൂടി അകത്തേക്ക് കയറ്റുകയായിരുന്നു ചെയ്തത്. ഇനിയാണ് തെളിവെടുക്കാൻ കൊണ്ടുപോവുക. സ്വാഭാവികമായി ഇതാണ് താൽക്കാലിക ക്യാമ്പ് ഹൗസ്. ഈ ക്യാമ്പ് ഹൗസിന്റെ താൽക്കാലികമായി ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും ഇനി എങ്ങോട്ടാണ് സരിത്തിനെ തെളിവെടുക്കാൻ കൊണ്ടുപോകുക എന്നുള്ളത് അറിയുക. എന്തായാലും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. സരിത്ത് തിരുവനന്തപുരത്ത് ഇവിടെ ക്യാമ്പ് ഹൗസിൽ എത്തിച്ചു. ഇനി ഏത് സ്ഥലത്താണ് സരിത്തിനെ തെളിവെടുക്കാൻ കൊണ്ടുപോകുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും നിർണായകവും. സ്വാഭാവികമായി എയർപോർട്ടിൽ നേരിട്ട് ഇടപെട്ട ആളാണ് സരിത്ത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ എയർപോർട്ടിൽ കൊണ്ടുപോയില്ല എങ്കിൽ പോലും സരിത്തിനെ എയർപോർട്ടിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. ഉമേഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോഴവിടെ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് NIA സംഘം സരിത്ത് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ്. 3 പേരാണ് നമുക്കറിയാവുന്നതുപോലെ. സന്ദീപ് നായർ, സ്വപ്ന സുരേഷ്, സരിത്ത്, ഇവർ 3 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രധാനപ്പെട്ട പ്രതികൾ. ഇതിൽ 2 പേരെ, സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിച്ച് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, കേസുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെയും എത്തിച്ച് തെളിവെടുത്തിരുന്നു. അതായത് അത് ഈ NIA അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടങ്ങളിൽ ഫ്ലാറ്റുകളും വീടുകളുമൊക്കെ ആയിട്ട് അവരെ തെളിവെടുപ്പിന് എത്തിച്ചിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിൽ സരിത്തിനെ കൊണ്ടുവന്നിരുന്നില്ല. ഇന്നിപ്പോൾ സരിത്തിനെയുമായി NIA സംഘം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതേ ഫ്ലാറ്റുകളിൽ ഇനി സരിത്തുമായി ബന്ധപ്പെട്ട വേറെ കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അവിടങ്ങളിലേക്ക് കൂടെ NIA സംഘം കൊണ്ടുപോയി തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉമേഷ് ബാലകൃഷ്ണൻ നമുക്ക് വിവരങ്ങൾ നൽകും. അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് കോവിഡ് സംബന്ധിയായ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. എറണാകുളത്തും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്